ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ക്ലാസ് റൂം. അപ്പോൾ ഞാനിന്ന് വരയ്ക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു മൂവിങ് പോസാണ് കേട്ടോ. അതായത് ഒരു പുല്ല് കൊണ്ടുപോകുന്ന ലേഡിയെയാണ് നമ്മളിന്ന് വരയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചർ ഞാൻ പെൻസിൽ വെച്ചിട്ട് HB പെൻസിൽ വെച്ചിട്ട് നേരത്തെ ഔട്ട്ലൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഫേസ് ഓരോ അളവുകളും എടുത്തുകൊണ്ട് തന്നെ വരക്കുന്ന ആ ഒരു മെത്തേഡ് ഞാൻ റെക്കോർഡും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ക്യാമറയിലാണ് ഞാൻ ഷൂട്ട് ചെയ്യാറ് സാധാരണ. എൻ്റെ 2 മെമ്മറി മാറി മാറി യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഗസ്റ്റ് വന്നപ്പോൾ ഞാൻ ഷൂട്ടിങ് നിർത്തി. പക്ഷേ ക്യാമറ ഓഫ് ചെയ്യാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ക്യാമറ ഭയങ്കരമായിട്ട് ഹീറ്റായി. അതേപോലെ തന്നെ അത് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല. ലാസ്റ്റ് ചാർജ് കംപ്ലീറ്റ് ആയിട്ടാണ് ക്യാമറ ഓഫായത്. പിന്നീട് ക്യാമറ ഓണായി, പക്ഷേ അതിലുള്ള ആ ഒരു മെമ്മറി മൊത്തം ബ്ലാങ്ക് ആയിപ്പോയി. അപ്പോൾ അത് എന്താ പറയുക, ഔട്ട്ലൈന് ഇട്ടത് ഞാൻ ഫുള്ള് ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ അതിൽ ഒരുപാട് ക്ലാസ്സുകളും ഉണ്ടായിരുന്നു, എല്ലാം മിസ്സായിപ്പോയി. അപ്പോൾ ഞാൻ റിക്കവർ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. റിക്കവർ ചെയ്ത് കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. അപ്പോൾ ഞാൻ കുറേ വെയിറ്റ് ചെയ്തു അതിൻ്റെ സ്റ്റാർട്ടിങ് മുതലുള്ള വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയായിട്ടും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബ്ലാക്ക് പേന വെച്ചിട്ട് മുകളിലൂടെ ഔട്ട്ലൈൻ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അതിനൊരു രക്ഷയില്ല. കാരണം ഇതാണെങ്കിൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റിയതില്ലെന്ന് ഞാൻ ഔട്ട്ലൈൻ മാത്രമേ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആരും വോയിസ് കേൾക്കാതെ വീഡിയോ കാണല്ലേ. അങ്ങനെയാകുമ്പോൾ പിന്നെ ഇങ്ങനെ കമൻറ്റ് വരാൻ തുടങ്ങും, നിങ്ങൾ അടിയിൽ വരച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ കൂടെയാണ് വരക്കുന്നത്. അങ്ങനെ ഇതിന് മുന്നും അങ്ങനെ വോയിസ് കേൾക്കാതെ വീഡിയോ കാണുന്നവർക്ക് പറ്റുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾ വരക്കുമ്പോൾ പേന യൂസ് ചെയ്തിട്ട് വരക്കരുത്. HB പെൻസിൽ വെച്ചിട്ട് മാത്രം വരക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇതിൽ കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കുക ഏതൊക്കെ പെൻസിലാണ് ഷെയ്ഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കേട്ടോ.